2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണെന്ന് പറയേണ്ടതില്ലല്ലോ. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇനിയും അധികാരത്തിന് പുറത്തു നിൽക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് തുടർഭരണത്തിൽ കുറഞ്ഞതൊന്നും അവരും ആഗ്രഹിക്കുന്നില്ല. ഭരണം പിടിച്ചെടുക്കാനുള്ള മോഹമൊന്നുമില്ലെങ്കിലും നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ആഗ്രഹം മാത്രമാണ് BJP-ക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുമ്പോഴും അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള വിജയസാധ്യതയുള്ള ആളുകളെ പരിഗണിക്കാനാകും മുന്നണികൾ ശ്രമിക്കുന്നതും. UDF-ൽ മുഖ്യമന്ത്രി കസേര ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാക്കൾ വളരെ കുറവാണ്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് രമേശ് ചെന്നിത്തലയും VD സതീശനും കരുക്കൾ നീക്കുന്നുണ്ട്. ഒരുപക്ഷെ പരമാവധി മണ്ഡലങ്ങളിൽ വിജയിക്കുന്നുള്ള മത്സരത്തെക്കാൾ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴുള്ളത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള മത്സരമാണ്. സംസ്ഥാന രാഷ്ട്രീയം വിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങുന്ന KC വേണുഗോപാലിനും കേരളത്തിന് മുഖ്യമന്ത്രി കസേരയിൽ നോട്ടമുണ്ട്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനാകട്ടെ കേരളം പിടിക്കേണ്ടത് അങ്ങേയറ്റം അനിവാര്യമാണ്. മുൻപ് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും പ്രതിനിധീകരിക്കുന്ന വയനാട് മണ്ഡലം കേരളത്തിലാണ്. സ്വാഭാവികമായും കേരളം കോൺഗ്രസ് പിടിക്കുമോ എന്നത് ദേശീയ രാഷ്ട്രീയം പോലും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് ദേശീയ നേതൃത്വവും തയ്യാറാവില്ല. കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വാക്കാണ് KC വേണുഗോപാൽ എന്ന് പറയുമ്പോഴും കേരളത്തിന്റെ കാര്യങ്ങളിൽ ഹൈക്കമാൻഡിന് അല്ലാത്ത ചില ലക്ഷ്യങ്ങളും ചിന്തകളുമുണ്ട്. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ചില മുഖങ്ങളെ കൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ദേശീയ നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ പരിഗണിക്കുന്നവരുടെ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് മുൻ KPCC പ്രസിഡന്റ് കൂടിയ VM സുധീരനാണ്. VM സുധീരനെ അരുവിക്കരയോ കഴക്കൂട്ടത്തോ മത്സരിപ്പിക്കാനാണ് ആലോചന. തൃശൂർ മണ്ഡലത്തിലേക്കും പരിഗണിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളാണ് സുധീരൻ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് സുധീരന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 1971 മുതൽ 73 വരെ അദ്ദേഹം KSUവിന്റെ പ്രസിഡന്റായിരുന്നു. 1975 സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 77 വരെ ആ സ്ഥാനത്ത് തുടർന്നു. 77 ആലപ്പുഴയിൽ നിന്ന് 6ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1980 മണലൂരിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു. 96 വരെ അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയി. 1985 മുതൽ 1987 വരെ അദ്ദേഹം കേരള നിയമസഭയുടെ സ്പീക്കറായി സേവനമനുഷ്ഠിച്ചു. 95 മുഖ്യമന്ത്രി AK ആന്റണിയുടെ കീഴിൽ ആരോഗ്യമന്ത്രിയായി നിയമിതനായി. 1996 അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് 11ാമത് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും വീണ്ടും വിജയം ആവർത്തിക്കുകയും ചെയ്തു. 1998 99 അതേ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 1999 അദ്ദേഹം പ്രശസ്ത മലയാള ചലച്ചിത്ര നടൻ മുരളിയെ ഉയർന്ന ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടുത്തി. 2004 അദ്ദേഹം CPM-ന്റെ KS മനോജിനോട് പരാജയപ്പെട്ടു. 2009 പാർട്ടി നേതൃത്വത്തിന് വിവിധ സാമൂഹിക വൃത്തങ്ങളുടെയും പ്രേരണകൾ വകവയ്ക്കാതെ ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാർക്ക് അവസരങ്ങൾ നൽകണമെന്ന് പറഞ്ഞ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായില്ല. സുധീരൻ സ്വീകരിച്ച സമീപനത്തെ എല്ലാവരും പുകഴ്ത്തിയെങ്കിലും അത് മാതൃകയാക്കുവാൻ ആരും തയ്യാറായില്ല. അദ്ദേഹം ഒരു യഥാർത്ഥ ഗാന്ധിയനാണ്. 2014 ഫെബ്രുവരി 10 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ KPCC പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. എന്നാൽ ദീർഘകാലം ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങാതെ അദ്ദേഹം രാജി സമർപ്പിച്ചു. അത്തരത്തിൽ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും വഴിയെ സഞ്ചരിച്ച ആളല്ല സുധീരൻ. KSU കാലം മുതൽക്കേ കോൺഗ്രസിനെ എങ്ങനെയാണോ അദ്ദേഹം കണ്ടത് അതേ ആവേശം സുധീരൻ ഇപ്പോഴുമുണ്ട്. പ്രവർത്തകരുമായും അതുപോലെ തന്നെ പൊതുജനങ്ങളുമായും ഒരേ ബന്ധം അദ്ദേഹം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതുതന്നെയാണ് സുധീരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വിജയവും ദേശീയ നേതൃത്വത്തിനുള്ള പ്രതീക്ഷയും. സതീഷിന്റെയും ചെന്നിത്തലയുടെയും വേണുഗോപാലിന്റെയും പേര് ഒരുപോലെ കടന്നു വരുന്ന സാഹചര്യത്തിൽ ആ പേരുകളെയെല്ലാം വെട്ടി ദേശീയ നേതൃത്വത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാകും സുധീരൻ എന്ന പേര്. ഒരുപക്ഷെ കോൺഗ്രസിന് ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ മുന്നിൽ നിർത്തി കളിക്കാവുന്ന ഏറ്റവും നല്ല കളിയും സുധീരൻ എന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ്.